നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇതിന് മുന്നേ അമൃതപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ വൈറലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും നമുക്ക് അറിയണം എന്നുള്ള രീതിയിൽ ഞാൻ അവരെ യൂണിറ്റിലോട്ട് പോയി അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, അവിടുത്തെ യൂണിറ്റിൻ്റെ നീറ്റ് ആൻഡ് ക്ലീനിങ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി. അഥവാ എന്തെങ്കിലും അവിടെ നിന്നാണോ എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് എവിടെയാണ് ഫോൾട്ട് പറ്റിയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടുത്തെ യൂണിറ്റിലോട്ട് പോയി, ആനക്കയത്തുള്ള യൂണിറ്റിലോട്ട് പോയി അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഞാൻ ഇതിന് മുന്നേ ഞാൻ ഫുൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ 8:30 മണിക്ക് തന്നെ ഇതിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെടുത്ത് സംസാരിച്ച വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരെ ഫാക്ടറി കാണാൻ, ഇതിൻ്റെ യൂണിറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറണമെങ്കിൽ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പാലിച്ചു. കാരണം വെച്ചാൽ ഇതിൽ പൊട്ടാസ്യം പെർമാനേറ്റ് ഉപയോഗിച്ച് കണ്ടൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനിലാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മളവർ പ്രവേശിപ്പിച്ചതും കാര്യങ്ങളൊക്കെ എല്ലാം നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇത് എങ്ങനെ പെട്ടു, ഇത് എങ്ങനെ എന്നുള്ള അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളെ നാട്ടുകാർ ഒരുപാട് ആൾക്കാർ പറഞ്ഞു അതിൻ്റെ സത്യാവസ്ഥ നമുക്കിങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് രാവിലെ തന്നെ എൻ്റെ റിസ്കിൽ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന സംഗതികളൊക്കെ നമ്മൾ കണ്ടു, അവരെ ചാക്കുകളും ചാക്കിൻ്റെ അടികളൊക്കെ നമ്മൾ പരിശോധിച്ചു. അതുപോലെ നമുക്കതൊന്നും കിട്ടിയിട്ടില്ല. കാരണം വെച്ചാൽ ഇത് എന്ത് പറ്റി എങ്ങനെയാണെന്നൊന്നും നമുക്കറിയാം. പക്ഷേ നല്ല രീതിയിൽ തന്നെ ഇവർ നല്ല പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ കുടുംബശ്രീ യൂണിറ്റ് തന്നെ ഇവരെ 4-5 പേര് നല്ല രീതിയിൽ തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെതിരെ നമ്മൾ നെഗറ്റീവ് മാത്രം പറഞ്ഞാൽ പോരാ, പക്ഷെ പോസിറ്റീവും നമ്മളത് കണ്ട കാര്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലോട്ട് എത്തിക്കുക തന്നെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവരെ ചാക്കുകളും കാര്യങ്ങളൊക്കെ ഞാനത് അവരെ കൊണ്ട് ഇളക്കി മാറ്റിച്ചു. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. കാരണം വെച്ചാൽ ഇത് എവിടുന്ന് എങ്ങനെ എന്നുള്ളതൊക്കെ നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഒരുപാട് ആൾക്കാർ പറഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥയാണ് നമുക്ക് അറിയേണ്ടതെന്നുള്ളത്. ഇതുപോലത്തുള്ള യൂണിറ്റുകൾ നിലനിൽക്കണം എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹം. പൂട്ടാനുള്ളതല്ല നമുക്കിത്. കാരണം വെച്ചാൽ ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കണം. ഇതുപോലത്തുള്ള യൂണിറ്റുകൾ ഒരുപാട് വരണം, ഇതുപോലത്തുള്ള പോഷകാഹാരങ്ങൾ ഒരുപാട് വരണം. പക്ഷേ നമ്മൾ നല്ല രീതിയിൽ ഇതുപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുമ്പോഴാണ് നമുക്ക് അടച്ചിടാനൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ നമ്മളത് ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല. കാരണം വെച്ചാൽ നമ്മളിത് നെഗറ്റീവും പറയണം, പക്ഷെ അത് പോസിറ്റീവ് ഉണ്ടെങ്കിൽ ആ പോസിറ്റീവും പറയണം. നെഗറ്റീവ് എന്ന് പറയണമെങ്കിൽ ചെറിയൊരു അശ്രദ്ധ അല്ലെങ്കിൽ ചെറിയൊരു നമ്മളൊന്നും ക്രിയേറ്റ് ചെയ്ത് എടുക്കേണ്ടതല്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൽ മനഃപൂർവ്വം ആരും മായം ചേർക്കാനോ ഒന്നും നിൽക്കില്ല. കാരണം വെച്ചാൽ ഇത് കുട്ടികൾ കൊടുക്കുന്ന ഫുഡാണ്. കാരണം ഒക്കെ നമുക്കറിയാം. കാരണം വെച്ചാൽ ഇത് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി ഇതിലായതാണ്. നമ്മൾ അന്വേഷിച്ചത്. കാരണം വെച്ചാൽ നമ്മൾ എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നമ്മളത് തുറന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഇതിന് മുന്നേ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഒരു മിസ്റ്റേക്കും കാര്യങ്ങളും നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്നാലും അത് നമ്മൾ എങ്ങനെയോ ശ്രദ്ധയിൽപ്പെടാതെ നമുക്കതിൽ പെട്ടതാണ്. അത് എല്ലാവരും അധികാരികളെല്ലാം അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ യൂണിറ്റുകാരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളും അത് ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മളടുത്ത് സാധനം കിട്ടുകയാണെങ്കിൽ അത് പൊട്ടിച്ചിട്ട് അരിപ്പയിലിട്ട് അരിച്ചിട്ട് വേണം അത് ഡബ്ബയിലോട്ട് മാറ്റി വെക്കാൻ.